നമുക്കിന്ന് ദേ ഈ ഒരു കമ്മൽ ഉണ്ടാക്കിയാലോ? ഇത് ആക്ച്വലി എന്നോടൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുള്ള കളറാണ് കേട്ടോ. ആക്ച്വലി കളർ കോമ്പിനേഷനാണ്. ആൾ പറഞ്ഞത് പിങ്ക് ആൻഡ് ഗോൾഡൻ എന്നാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഗോൾഡൻ ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ട് ആ കമ്മൽ ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ? ആദ്യം തന്നെ OHP ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് B7000 ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള പിങ്ക് കളർ സ്റ്റോൺ ഒട്ടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഗോൾഡൻ എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഗോൾഡൻ കളർ സ്റ്റോൺ ചെയിനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ വൈറ്റ് കളർ സ്റ്റോൺ ചെയിനോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ആ സ്റ്റോൺ ചെയിൻ ഒന്ന് ആ ഒരു സ്റ്റോണിന് ചുറ്റും പ്രോപ്പറായിട്ട് കവർ ആവാത്തതുകൊണ്ട് ഞാൻ 3 പീസാക്കിയിട്ടാണ് കേട്ടോ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ കവറായിട്ടുണ്ട്. എന്നിട്ട് അതിന് ചുറ്റും ഇതുപോലെ വീണ്ടും പിങ്ക് സ്റ്റോൺ തന്നെയാണ് കേട്ടോ ഒട്ടിക്കുന്നത്. എനിക്ക് ആക്ച്വലി വേറെ കളർ പിങ്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ കടയിൽ ആകെ ഈ ഒരൊറ്റ കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിങ്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഈ പിങ്ക് തന്നെ എടുത്തത്. പിന്നെ നമുക്ക് ഒരു സ്റ്റഡ് ചെയ്യാം. സ്റ്റഡ് ചെയ്യാനായിട്ട് ഞാനിത് സിമ്പിളായിട്ടുള്ളൊരു സ്റ്റഡാണ്. ഈ സ്റ്റോൺ തന്നെ ഒട്ടിച്ച് അതിന് ചുറ്റും ബോൾ ചെയിനാണ് കേട്ടോ ഒട്ടിക്കുന്നത്. ഇത് ഏറ്റവും ചെറിയ സൈസിലുള്ള ബോൾ ചെയിൻ. ആക്ച്വലി ഈ ബോൾ ചെയിനൊക്കെ ഭയങ്കര ചീപ്പാണ് കേട്ടോ. 8 രൂപയൊക്കെ ഉള്ളൂ 1 മീറ്ററിന്. പിന്നെ ഞാൻ കട്ട് ചെയ്തത് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ 2 ബോളും കൂടെ വെച്ച് കട്ട് ചെയ്തിട്ട് അതിലൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഐപ്പിന്നും അതുപോലെ തന്നെ ഗോൾഡൻ ഹാങ്ങിങ് ആണ് കേട്ടോ. ഈ ഗോൾഡൻ ഹാങ്ങിങ് ഞാൻ തന്നെയാണ് ചെയ്തത്. ഒരു ഗോൾഡൻ ബീഡ് എടുത്തിട്ട് അതിലേക്ക് ഫ്യൂസ് വയർ ഇട്ടൊന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ ഇങ്ങനെ നമുക്ക് 6 ഹാങ്ങിങ്സ് ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് അതിൻ്റെ ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ആ കമ്മലിൻ്റെ. അപ്പോൾ B7000 വെച്ചിട്ട് തന്നെ ഒട്ടിക്കണത്. അപ്പോൾ ഞാനിവിടെ ഒട്ടിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഐപ്പിന്നിന് തൊട്ട് തന്നെ അടുത്ത ഐപ്പിന്ന് ആ ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ ഇവിടെ സ്റ്റോൺസിൻ്റെ ഇതിലൊന്നും അല്ല ഒട്ടിക്കുന്നത്. കാരണം കുഞ്ഞ് ഗോൾഡൻ ബീഡാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് അടുപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കണം. എന്നാലേ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുമാതിരി ഈ ടൈപ്പിലുള്ള കോണ്ടൻസൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക്. അവർക്കും കൂടെ ഒന്ന് എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് സ്റ്റഡ് പോർഷൻ എടുത്തിട്ട് അതിൻ്റെ ബാക്കിലേക്ക് ഒരു ഐപ്പിന്നും ഒരു സ്റ്റഡ് ബേസും കൂടെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇവിടെ ഗോൾഡൻ സ്റ്റഡ് ബേസ് വലുതായിരുന്നു. അതാണ് ഞാൻ ചെറിയ സിൽവർ കളർ സ്റ്റഡ് ബേസ് ഒട്ടിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ആ ഒരു സ്റ്റഡ് പോസ്റ്റും ഹാങ്ങിങ് പോസ്റ്റും കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ രണ്ടിടത്തും ഐപ്പിൻ ഒട്ടിച്ചിരുന്നല്ലോ. അപ്പോൾ അതിങ്ങനെ ഒന്ന് അകത്തി കൊടുത്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ 2 കമ്മൽ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കാണാൻ നല്ല രസമാണ്. ആ സ്റ്റോൺ ചെയിനൊക്കെ ആക്ച്വലി നല്ല ഷൈനിങ് ഉള്ള സ്റ്റോൺ ചെയിനാണ് കേട്ടോ. ഇതാണ് ഡേ ലൈറ്റിലുള്ള ഒരു ഇത്. അപ്പോൾ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.